ചിച്ചു ഞാനും ഉണ്ടേ കളിക്കാൻ. വേണ്ട വേണ്ട, പെണ്ണുങ്ങൾ റോഡിൽ കളിക്കണ്ട, വീടിനകത്ത് പോ. ചിച്ചു വേഗം വാടാ. ദാ വരണ്ട. അമ്മ ഞാനും തോട്ടി പോണേ. നീ എവിടെ പോണ്? ഞാനും നിങ്ങളുടെ തോട്ടി കുളിക്കാൻ പറഞ്ഞു. പെണ്ണുങ്ങളെ വീട്ടിൽ നിന്ന് വിളിച്ചു, അതേ തോട്ടിന്ന് വിളിക്കണ്ട. വാടാ ചിച്ചു. അമ്മ പോയിട്ട് വരട്ടെ. ചേട്ടാ ഞാനും വരട്ടെ, എനിക്കും പേനയും ബുക്കൊക്കെ വാങ്ങിക്കണം. 6 മണിയായി, സന്ധ്യ കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് പെണ്ണുങ്ങൾ പുറത്തിറങ്ങണ്ട. നീ പോയി അവിടെ ഇരുന്നോ, ഞാൻ വാങ്ങിച്ചോണ്ട് വരാം. അമ്പോ ഇവിടെ നിന്നാണ്. അതെന്താ 6 മണി കഴിഞ്ഞാൽ പെണ്ണുങ്ങളെ വീടിന്റെ പുറത്തിറങ്ങിയത്? ഞാൻ പെണ്ണായോണ്ടാ എന്നെ ഒന്നിനും കൂട്ടാത്തത്. അതെന്ത്? അല്ല സന്ധ്യ ആയില്ലേ, അപ്പൊ അവള് വന്ന. അതിനെന്ത്? അവള് നിന്റെ കൂടെ അല്ലേ വരുന്ന? മക്കള് കയറി പൊക്കോ, അച്ഛൻ വരുമ്പോ വാങ്ങിച്ചോണ്ട് വരേ. അമ്പു നിന്നാണ് മക്കളെ. പിങ്കി നിന്റെ അനിയത്തിയല്ലേ മക്കളെ. നീ ഇങ്ങനെ എല്ലാ കാര്യത്തിനും അവളെ ഇങ്ങനെ തഴഞ്ഞെഴിഞ്ഞ് നിർത്തല്ലേ. ഇപ്പൊ കളിക്കാനായാലും അല്ലെങ്കിൽ തോട്ടിൽ കുളിക്കാനായിട്ട് പോകും, കടയിൽ സന്ധ്യ ആയി കഴിഞ്ഞാൽ കടയിൽ പോയി കഴിഞ്ഞാൽ പെണ്ണുങ്ങളെ കൊണ്ടുപോയിക്കൂടാ. ഇതൊക്കെ ആര് പറഞ്ഞുണ്ടാക്കിയതാണ്? പണ്ടത്തെ സമ്പ്രദായങ്ങളാണ് മക്കളെ. നമ്മൾ ഈ എല്ലാ കാര്യത്തിലും അവളെ ഇങ്ങനെ മാറ്റി നിർത്തി അവള് ഭാവിയിൽ ഒന്നും ആവില്ല എന്ന് അവളുടെ മനസ്സിൽ അവൾക്ക് തന്നെ തോന്നിപ്പോവും. അവൾക്ക് നമ്മൾ ഈ ചെറുപ്പത്തിൽ നമ്മുടെ വീട്ടിൽ അവൾക്ക് കൊടുക്കുന്ന പരിഗണനയും സ്നേഹവും സപ്പോർട്ടും പോലെ ഇരിക്കും അവള് ഭാവിയിൽ എന്തായി തീരണമെന്നുള്ളത്. നമ്മൾ ആ ഒരു പരിഗണന അവൾക്ക് കൊടുത്തില്ലെങ്കിൽ അവളും അടുക്കളയിൽ ഒതുങ്ങിപ്പോവും മക്കളെ. ഇനി ഒരു കാരണവശാലും ഒരു കാര്യത്തിലും അവളെ നിങ്ങളിൽ നിന്ന് അകറ്റി നിർത്തരുത്, നമ്മുടെ കൂടെ നിർത്തണം.